സുവർജയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ എൻഡോക്രൈൻ ഗ്ലാൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കത് ഈ ക്ലാസ്സിൽ തുടരാം. നെക്സ്റ്റ് endocrine gland that we are discussing here is parathyroid. Parathyroid gland. So parathyroid glands are present on the thyroid gland itself. So thyroid gland, we have seen last class, thyroid gland has a butterfly shaped structure with two lobes connected together through isthmus. And each lobe has two parathyroid glands on its back side. So totally there are 4 parathyroid glands, 2 on each lobe of the thyroid gland. Okay, so this parathyroid gland secretes a hormone. The hormones of the parathyroid gland is called parathyroid hormone. Parathyroid hormone or parathormone or PTH, parathyroid hormone, PTH. So parathyroid hormone is related with the calcium metabolism in the body. That means it increases the amount of calcium in the blood by various means. So one is, it increases the calcium level in the blood by releasing calcium from the bonds. So that results in the resorption of the bond or thinning of bonds or weakening of the bonds. So it releases calcium from the bonds and bring it to the blood so that the blood calcium level increases. That is one way. Another is by increasing the dietary absorption of calcium. അതായത് നമ്മുടെ ഫുഡിൽ അടങ്ങിയിരിക്കുന്ന കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ പാരാത്തോർമോൺ സഹായിക്കുന്നു. അങ്ങനെ മാക്സിമം കാൽഷ്യം അബ്സോർബ് ചെയ്ത് ബ്ലഡിൽ കാൽഷ്യത്തിൻ്റെ അളവിനെ കൂട്ടാൻ സഹായിക്കുന്നു. മൂന്നാമത് by increasing the reabsorption of calcium from the tubules of the nephron from ultrafiltrate. അപ്പോൾ അൾട്രാഫിൽട്രേറ്റിലുള്ള കാൽഷ്യത്തിനെ പരമാവധി റീഅബ്സോർബ് ചെയ്യാനും പാരാത്തോർമോൺ or parathyroid hormone സഹായിക്കുന്നു. അപ്പോൾ ഈ മൂന്ന് by these 3 means the amount of blood calcium increases. അപ്പോൾ അങ്ങനെ ബ്ലഡ് കാൽഷ്യത്തെ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോണാണ് പാരാതൈറോയ്ഡ് ഹോർമോൺ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തൈറോയിഡിൽ തന്നെയുള്ള ചില സെൽസ് ഉൽപ്പാദിപ്പിക്കുന്ന തൈറോകാൽസിറ്റോണിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ ബോത്ത് ദീസ് ഹോർമോൺസ്, തൈറോകാൽസിറ്റോണിൻ ആൻഡ് പാരാതൈറോയ്ഡ് ഹോർമോൺ acts in a synchronized manner to maintain the calcium level in the body constant. അപ്പോൾ നമ്മുടെ കാൽഷ്യം ലെവലിനെ നമ്മുടെ ബ്ലഡിലുള്ള അല്ലെങ്കിൽ ബോഡിയിലുള്ള കാൽഷ്യത്തിൻ്റെ അളവിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തുന്നതിൽ 2 ഹോർമോണിനും പങ്കുണ്ട്. അപ്പോൾ ബ്ലഡിലെ കാൽഷ്യത്തിൻ്റെ അളവ് കുറയുമ്പോൾ പാരാത്തോർമോൺ അതിനെ കൂട്ടാൻ സഹായിക്കുന്നു. അതുപോലെ പരിധി വിട്ട് കൂടി കഴിയുമ്പോൾ അതിനെ കുറയ്ക്കാൻ സഹായിക്കുന്നത് കാൽസിറ്റോണിൻ ആണ്, ബൈ ഡെപ്പോസിറ്റിംഗ് ദിസ് കാൽഷ്യം ഇൻ ദ ബോൺസ്. ഓക്കെ, അപ്പോൾ ഹാർമോണൈസ്ഡ് ആക്ഷൻ ഓഫ് ദീസ് 2 ഹോർമോൺസ് brings the or maintains the calcium level in the body constant. ഓക്കെ, ഇനി പാരാതൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസുഖമാണ്, നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ അതിനെ സൂചിപ്പിച്ചതാണ്, പാരാതൈറോയ്ഡ് ടെറ്റനി. അതായത് കാൽഷ്യത്തിൻ്റെ അളവ് ബ്ലഡിൽ കുറഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് പാരാതൈറോയ്ഡ് ടെറ്റനി. അതായത് വിഗറസ് കൺട്രാക്ഷൻ, വിഗറസ് ആൻഡ് റാപ്പിഡ് കൺട്രാക്ഷൻ ഓഫ് ദി മസിൽ, അതിനെ നമ്മൾ മസിൽ സ്പാസം എന്നൊക്കെ വിളിക്കുന്ന പാരാതൈറോയ്ഡ് ടെറ്റനി. ഓക്കെ, ഇനി മറ്റൊരു ഗ്ലാൻഡാണ് തൈമസ് ഗ്ലാൻഡ്. തൈമസ് ഗ്ലാൻഡ്
thymus gland. Thymus gland is situated in the chest region, dorsal to the heart and the aorta. ഇപ്പോൾ ഹാർട്ടിനും അയോർട്ടയ്ക്കും ഒക്കെ ഡോർസൽ സൈഡിലായിട്ട് ചെസ്റ്റ് റീജിയനിൽ കാണുന്ന ഒരു ഗ്ലാൻഡാണ് തൈമസ് ഗ്ലാൻഡ്. തൈമസ് ഗ്ലാൻഡ് ഈസ് വെൽ ഡെവലപ്ഡ് ഇൻ ചിൽഡ്രൻ. കുട്ടികളിലാണ് തൈമസ് ഗ്ലാൻഡ് കൂടുതൽ ഡെവലപ്പ് ചെയ്ത് കാണുന്നത്. അപ്പോൾ പ്രായം കഴിയുന്തോറും ഈ തൈമസ് ഗ്ലാൻഡ് ഡിമിനിഷ് ചെയ്ത് ചുരുങ്ങി അതിൻ്റെ പ്രവർത്തനം കുറച്ച് ഏജ് ആകുമ്പോഴത്തേക്കും വളരെയധികം കുറയുന്നു. ഇപ്പോൾ തൈമസ് ഗ്ലാൻഡ് സെക്രീറ്റ്സ് എ ഹോർമോൺ called thymosin. Thymosin is very important to maintain immunity of the body. അപ്പോൾ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഹോർമോണാണ് തൈമോസിൻ. ബിക്കോസ് തൈമോസിൻ stimulates the maturation of a very important cells, a very important WBC, very important lymphocyte in the body, which are very important for our immunity. They are called T lymphocytes. T lymphocytes. So there are two different types of lymphocytes in the body, B lymphocytes and T lymphocytes. B lymphocytes are matured in the bone marrow, formed and matured in the bone marrow. But T lymphocytes are, even though they are formed in the bone marrow, they are matured in the thymus gland. അപ്പോൾ തൈമസ് ഗ്ലാൻഡിൽ വെച്ച് മച്യൂർ ആകുന്ന നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തിൽ സുപ്രധാനമായ പങ്കുവഹിക്കുന്ന സെൽസ് ആണ് ടി ലിംഫോസൈറ്റ്സ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടി ലിംഫോസൈറ്റ്സ് അത് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ അടുത്ത വർഷങ്ങളിൽ പഠിക്കും. ഓക്കെ, സോ ടി ലിംഫോസൈറ്റ്സിനെ മച്യൂർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് തൈമോസിൻ, സെക്രീറ്റഡ് ബൈ ദ തൈമസ് ഗ്ലാൻഡ്. ഓക്കെ, ഈ ടി ലിംഫോസൈറ്റ്സ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ, നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തിൽ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി പ്രദാനം ചെയ്യും. ആ ഇമ്മ്യൂണിറ്റിക്ക് നമ്മൾ പറയുന്ന പേരാണ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. ഓക്കെ, അപ്പോൾ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഈ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട മേഖല കൈകാര്യം ചെയ്യുന്നത് ടി ലിംഫോസൈറ്റ്സ് ആണ്. അപ്പോൾ ആ ടി ലിംഫോസൈറ്റ്സ് മച്യൂർ ചെയ്യാൻ സഹായിക്കുന്നത് തൈമോസിനാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ആൻറ്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കുന്നത് ബി ലിംഫോസൈറ്റ്സ് ആണ്. ബോൺ മാരോയിൽ മച്യൂർ ചെയ്യുന്ന ബി ലിംഫോസൈറ്റ്സ് ആണ് ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കുന്നത്. രോഗങ്ങൾക്കെതിരെ പൊരുതാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ പൊരുതുന്ന ആൻറ്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കുന്നത് ബി ലിംഫോസൈറ്റ്സ് ആണ്. ഈ ആൻറ്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കാനും ഈ തൈമോസിൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ആൻറ്റിബോഡി വഴിയുള്ള ഇമ്മ്യൂണിറ്റിക്ക് നമ്മൾ ഹ്യൂമോറൽ ഇമ്മ്യൂണിറ്റി എന്നാണ് വിളിക്കുക. ഹ്യൂമോറൽ ഇമ്മ്യൂണിറ്റി. ഇപ്പോൾ രണ്ട് തരത്തിലുള്ള ഇമ്മ്യൂണിറ്റിയാണ് പ്രധാനമായും നമുക്കുള്ളത്. സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ആൻഡ് ഹ്യൂമോറൽ ഇമ്മ്യൂണിറ്റി. അതിൽ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി is provided by T lymphocytes and humoral immunity is provided by the antibodies produced by B lymphocytes. ഓക്കെ, അപ്പോൾ ഇത് രണ്ടിനും ഇത് സഹായിക്കുന്നുണ്ട്, ഈ തൈമോസിൻ സഹായിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദാറ്റ് മീൻസ് this thymus gland and thymosin are very important for our better functioning of the immunity. നമ്മുടെ രോഗപ്രതിരോധ സംവിധാനം ശരിയായി വർക്ക് ചെയ്യാൻ എന്ത് വേണം? ഈ തൈമോസിൻ വേണം. അതുപോലെ തൈമസ് ഗ്ലാൻഡ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ പ്രായമാകുന്നതോറും ഈ തൈമസ് ഗ്ലാൻഡ് ഡിമിനിഷ് ചെയ്തുകൊണ്ടിരിക്കാം. അതിൻ്റെ പ്രവർത്തനം കുറഞ്ഞു വരുന്നതുകൊണ്ടാണ് പ്രായമുള്ള ആൾക്കാരിൽ രോഗപ്രതിരോധ സംവിധാനത്തിൽ കുറവ് സംഭവിക്കുന്നത്. കുട്ടികൾക്ക് രോഗപ്രതിരോധം കൂടുതലുള്ളതും പ്രായമാകുമ്പോൾ രോഗപ്രതിരോധ ശക്തി കുറയുന്നതും ഇതുകൊണ്ടാണ്. തൈമസ് ഗ്ലാൻഡ് പ്രായമാകുന്നതനുസരിച്ച് അതിൻ്റെ പ്രവർത്തനം മന്ദീഭവിച്ച് വരുന്നതുകൊണ്ടാണ്. ഓക്കെ, now let us come to the next gland. That is next gland is adrenal gland. Adrenal gland. Adrenal. The word renal denotes kidney. Adrenal, above the kidney. അപ്പോൾ കിഡ്നിയുടെ മുകളിൽ കാണപ്പെടുന്ന ഒരു ഗ്ലാൻഡാണ് adrenal gland. So this is the kidney, and you have already seen this one. And above the kidney,
adrenal gland is situated in the form of a cap. So this is the adrenal gland. Adrenal gland has two structurally and functionally distinct regions. Adrenal gland has structurally and functionally two distinct regions. Cortex and medulla. The outer one is called cortex and the inner one is called medulla. Adrenal cortex and adrenal medulla. So the medulla secretes two hormones. The medulla secretes two hormones. They are commonly collectively called catecholamines. They belong to a chemical group called catecholamines. And two types of catecholamines are produced by the medulla. They are epinephrine or adrenaline. Epinephrine or adrenaline and norepinephrine or noradrenaline. So these are the two hormones of the adrenal medulla. Okay, they are commonly called catecholamines. Chemically, they belong to a group called catecholamines, and they are epinephrine and norepinephrine, or adrenaline and noradrenaline. So these hormones are called hormones of flight and fright. Why are they called so? Hormones of flight and fright. എന്താണ് ഫ്ലൈറ്റ്? ഫ്ലൈറ്റ് മീൻസ് എന്ന് പറഞ്ഞാൽ പറക്കുക, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്നും രക്ഷപ്പെടുക. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിന്നും നമ്മളെ തന്നെ രക്ഷപ്പെടുത്തുക അല്ലെങ്കിൽ ഓടിപ്പോവുക. ഫ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയം. നമ്മളിൽ ഭയമുണ്ടാക്കും. ചില സന്ദർഭങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ നമ്മളിൽ ഭയമുണ്ടാക്കും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടാക്കുന്നത് ഈ രണ്ട് ഹോർമോൺസാണ്. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഭയം, ഉത്കണ്ഠ, ദേഷ്യം തുടങ്ങിയ വികാരങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഹോർമോൺസാണ് ഈ എപ്പിനെഫ്രിൻ ആൻഡ് നോർഎപ്പിനെഫ്രിൻ, കാറ്റക്കോളാമൈൻസ് ഓർ മെഡുലാരി ഹോർമോൺസ് ഓഫ് ദി അഡ്രിനൽ മെഡുല. അങ്ങനെ ചില സാഹചര്യങ്ങളെ നേരിടാൻ നമ്മളെ പ്രാപ്തരാക്കും. ഭയം ചിലപ്പോൾ അത്യാവശ്യമാണ്. ചില സാഹചര്യങ്ങളെ നേരിടാൻ അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാൻ ഭയം നമ്മളെ സഹായിക്കും. അതുപോലെ ചില സാഹചര്യങ്ങളെ നേരിടാൻ ദേഷ്യം നമ്മളെ സഹായിക്കും. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഈ ഹോർമോൺസാണ്. സോ that is why they are called hormones of flight and fright. Okay. ഇനി കോർട്ടക്സ്. അതുകൊണ്ട് തന്നെ ഇവയെ നമ്മൾ എമർജൻസി ഹോർമോൺസ് എന്ന് വിളിക്കും. ഈ ഹോർമോൺസിനെ, രണ്ട് ഹോർമോൺസ് നമ്മൾ എന്ത് വിളിക്കുന്നു? എമർജൻസി ഹോർമോൺസ്. ബിക്കോസ് ദീസ് ഹോർമോൺസ് ഹെൽപ്പ് us to overcome certain emergency situations in the life. അപ്പോൾ നമ്മൾ എമർജൻസി ഹോർമോൺസ് എന്നും ഇവയെ നമ്മൾ വിളിക്കാറുണ്ട്. നെക്സ്റ്റ് വൺ കോർട്ടക്സ്. ഇപ്പോൾ കോർട്ടക്സിന് 3 റീജിയൻസ് ഉണ്ട്. കോർട്ടക്സിനെ 3 റീജിയൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് 3 റീജിയൻസ് നമുക്ക് നോക്കാം. Cortex is divided into 3 regions. 3 regions ഉണ്ട്. One is zona outer region. Outer region is called zona glomerulosa. And the middle region is called zona vesiculata. And the third region is zona reticularis. So these are the 3 regions of the cortex: zona glomerulosa, zona vesiculata, and zona reticularis. Okay, cortex
the hormones of the cortex together called corticoids. Corticoids ആണ് നമ്മൾ വിളിക്കുക. കോർട്ടക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസിനെ മൊത്തത്തിൽ നമ്മൾ പറയുന്ന പേരാണ് corticoids. ഇപ്പൊ രണ്ട് തരത്തിലുള്ള corticoids ആണ്. ആക്ച്വലി 3 different types of corticoids are there. ഒന്ന് mineralocorticoids. Mineralocorticoids. So corticoids. 3 different corticoids are there. One is mineralocorticoids. The second one is glucocorticoids. And third one is sex corticoid. So these are the 3 different corticoids produced by the cortex of the adrenal gland: mineralocorticoids, glucocorticoids, and sex corticoids. Okay, let us see each one by one. The important mineralocorticoid secreted. The important mineralocorticoid is aldosterone. So the hormone aldosterone is the important mineralocorticoid secreted by the adrenal cortex. This aldosterone is very important in maintaining blood pressure and also osmoregulation, because it is related with sodium reabsorption, water reabsorption, and excretion of potassium ions. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കുന്നു ആൾഡോസ്റ്ററോൺ. അപ്പോൾ അതൊക്കെയാണ് സോഡിയം റീഅബ്സോർപ്ഷൻ. എവിടെയാണ് സോഡിയം റീഅബ്സോർപ്ഷൻ നടക്കുക? റീനൽ ട്യൂബ്യൂൾസ്, നമ്മുടെ നെഫ്രോൺ അല്ലേ, നെഫ്രോൺ എന്നുള്ള സോഡിയത്തിന്റെ റീഅബ്സോർപ്ഷനെ പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ വാട്ടറിന്റെ റീഅബ്സോർപ്ഷനെ പ്രൊമോട്ട് ചെയ്യുക, അതോടൊപ്പം തന്നെ പൊട്ടാസ്യത്തെ എക്സ്ക്രീറ്റ് ചെയ്യുക ട്യൂബുലാർ സെക്രീഷൻ വഴി. ട്യൂബുലാർ സെക്രീഷൻ വഴി പൊട്ടാസ്യം എക്സസ് പൊട്ടാസ്യം അയൺസിനെ എക്സ്ക്രീറ്റ് ചെയ്ത് കളയുക. ഇതൊക്കെ ഈ ആൽഡോസ്റ്ററോണിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആണ്. അപ്പോൾ വാട്ടർ റീഅബ്സോർപ്ഷൻ സഹായിക്കുന്നതുകൊണ്ട് തന്നെ ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യാനും ഇത് സഹായിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്. അപ്പോൾ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോർട്ടിസോൾ ആണ്. Cortisol, a hormone called cortisol is very important. Very important ആയിട്ടുള്ള ഒരു ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ആണ് കോർട്ടിസോൾ. അപ്പോൾ അതിന് പേര് സൂചിപ്പിക്കുന്ന ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ it is very important in carbohydrate, glucose and carbohydrate metabolism. ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. ഗ്ലൈക്കോളൈസിസ്. എന്താണ് ഗ്ലൈക്കോളൈസിസ്? ഗ്ലൈക്കോജന്റെ ബ്രേക്ക് ഡൗൺ, അതാണ് ഗ്ലൈക്കോലൈസിസ് എന്ന് വിളിക്കുക. അതുപോലെ അതിന്റെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുക, ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുക. അപ്പോൾ ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഗ്ലൂക്കോനിയോജനസിസ് മീൻസ് കാർബോഹൈഡ്രേറ്റ് അല്ലാത്ത പ്രോട്ടീൻ, ഫാറ്റ് എന്നിവയിൽ നിന്നും ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കുക. അതായത് പ്രോട്ടീനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുക, ഫാറ്റിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുക ആവശ്യം വരുമ്പോൾ. ഓക്കെ, അപ്പോൾ അങ്ങനെ കാർബോഹൈഡ്രേറ്റ് അല്ലാത്ത, അല്ലെങ്കിൽ ഗ്ലൈക്കോജൻ അല്ലാത്ത, ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഗ്ലൂക്കോസ് ഉപയോഗിച്ചാണ് ഗ്ലൈക്കോജൻ ഉണ്ടാക്കുന്നത്. ഗ്ലൈക്കോജൻ ബ്രേക്ക് ചെയ്താൽ ഗ്ലൂക്കോസ് ഉണ്ടാകും. ഓക്കെ, ഗ്ലൂക്കോസിന്റെ ഒരു പോളിമറാണ് ഗ്ലൈക്കോജൻ നമുക്കറിയാം. ബട്ട് പ്രോട്ടീൻ ഗ്ലൂക്കോസിന്റെ ഒരു പോളിമർ അല്ല, ഫാറ്റ് ഗ്ലൂക്കോസിന്റെ ഒരു പോളിമർ ഒന്നും അല്ല. പക്ഷെ അവയിൽ നിന്നും ഗ്ലൂക്കോസിനെ ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ അവയിൽ നിന്നും ഗ്ലൂക്കോസിനെ ഉണ്ടാക്കുന്ന പ്രക്രിയക്കാണ് ഗ്ലൂക്കോനിയോജനസിസ് എന്ന്
പറയും. അതിനെ പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ പ്രോട്ടിയോളൈസിസ്, ലിപ്പോളൈസിസ്, പ്രോട്ടീൻ്റെ ബ്രേക്ക് ഡൗൺ, ലിപ്പിഡിൻ്റെ ബ്രേക്ക് ഡൗൺ, ഇതിനൊക്കെ സഹായിക്കുന്നു. പ്രോട്ടിയോളൈസിസ്, ഗ്ലൂക്കോളൈസിസ് ഇതിനൊക്കെ സഹായിക്കുന്നു. ഓക്കെ. അതുപോലെ മെറ്റബോളിസത്തിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. എസ്പെഷ്യലി കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. അതുപോലെ നോർമൽ കിഡ്നി ഫംഗ്ഷന് ഈ കോർട്ടിസോൾ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. അതുപോലെ നമ്മുടെ രോഗപ്രതിരോധ ശക്തി കുറയ്ക്കുന്നതിൽ ഇതിനൊരു പങ്കുണ്ട്. ഇതൊക്കെ സ്റ്റിറോയിഡ്സ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ കോർട്ടിക്കോ സ്റ്റിറോയിഡ്സ് എന്ന് പറയുന്നത്. ഇതെല്ലാം സ്റ്റിറോയിഡുകളാണ്. ആൽഡോസ്റ്ററോൺ ആയാലും കോർട്ടിസോൾ ആയാലും സെക്സ് കോർട്ടിക്കോയിഡ്സ് ഒക്കെ എന്താണ് സ്റ്റിറോയിഡ് വിഭാഗത്തിൽപ്പെടുന്നത്. കെമിക്കലി ദേ ആർ ഓൾ സ്റ്റിറോയിഡ്സ് ആണ്. അപ്പോൾ ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റി താഴ്ത്താൻ സഹായിക്കുന്നുണ്ട് കോർട്ടിക്കോയിഡ് അല്ലെങ്കിൽ കോർട്ടിസോൾ. അതുപോലെ RBCയുടെ പ്രൊഡക്ഷൻ സഹായിക്കുന്നു. എറിത്രോപോയിറ്റ്സ് RBCയുടെ പ്രൊഡക്ഷന് സഹായിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇത്രയുമൊക്കെയാണ് കോർട്ടിസോളിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ അല്ലെങ്കിൽ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. ഇനി വേണ്ടത് സെക്സ് കോർട്ടിക്കോയിഡ്സ് ആണ്. സെക്സ് കോർട്ടിക്കോയിഡ്സിൻ്റെ വിഭാഗത്തിൽ വരുന്നത് ആൻഡ്രോജൻസ് ആണ്. മെയിൽ സെക്സ് ഹോർമോൺസ് ആണ്. ഒരു കുറച്ച് മെയിൽ സെക്സ് ഹോർമോൺ, പ്രധാനമായിട്ടും മെയിൽ സെക്സ് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ ഗൊണായ്ഡാണ്. മെയിൽ ഗൊണായ്ഡ്സ് ആണ്, നമ്മുടെ ടെസ്റ്റിസ് ആണെന്ന് നമുക്കറിയാം അല്ലേ. നമ്മുടെ മെയിൽ സെക്സ് ഓർഗൻ ആയ ടെസ്റ്റിസ് ആണ് പ്രധാനമായിട്ടും എന്ത് ഉൽപ്പാദിപ്പിക്കാം? ആൻഡ്രോജൻസ് അല്ലെങ്കിൽ മെയിൽ സെക്സ് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കാം. പക്ഷേ ഫീമെയിലായാലും മെയിലായാലും ഈ അഡ്രീനൽ കോർട്ടക്സ് കുറച്ച് പുരുഷ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇപ്പം സ്ത്രീകളിലും ആൻഡ്രോജൻസും ഉണ്ട്. കുറച്ച് ആൻഡ്രോജൻസ് സ്ത്രീകളിലും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ബൈ ദ അഡ്രീനൽ കോർട്ടക്സ്. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് അഡ്രീനൽ ഗ്ലാൻഡിൻ്റെ ഫങ്ഷൻസ്. ഓക്കെ. ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഗ്ലാൻഡിലേക്ക് പോകാം. പാൻക്രിയാസ്. പാൻക്രിയാസ് നമുക്കറിയാം ഇറ്റ്സ് നോട്ട് ഓൺലി ആൻ എൻഡോക്രൈൻ ഗ്ലാൻഡ് അല്ലേ. പാൻക്രിയാസ് ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്, നമ്മൾ നേരത്തെ അത് പഠിച്ചിട്ടുണ്ട് പാൻക്രിയാസ്. സോ പാൻക്രിയാസ് ഈസ് ഓൾസോ കോൾഡ് എ ഹെറ്ററോക്രൈൻ ഗ്ലാൻഡ്. എന്താണ് ഹെറ്ററോക്രൈൻ ഗ്ലാൻഡ്? ഹെറ്ററോ മീൻസ് ഡിഫറെന്റ്. അതായത് എക്സോക്രൈൻ ഗ്ലാൻഡ് ആയിട്ടും പ്രവർത്തിക്കുന്നു, എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ടും പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് നമ്മൾ അതിനെ അങ്ങനെ ഡിഫറെന്റ് സെക്രീഷൻസ് ഉൽപ്പാദിപ്പിക്കുന്നതാണ് നമ്മൾ എന്ത് വിളിക്കാം? ഹെറ്ററോക്രൈൻ ഗ്ലാൻഡ് എന്ന് വിളിക്കും. ഓക്കെ. അപ്പോൾ പാൻക്രിയാസിന്റെ എക്സോക്രൈൻ പാർട്ടാണ് ഡൈജസ്റ്റീവ് ജ്യൂസ് ഉണ്ടാക്കുക, പാൻക്രിയാറ്റിക് ജ്യൂസ്. നമ്മൾ നേരത്തെ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ് പാൻക്രിയാസ് പ്രൊഡ്യൂസസ് പാൻക്രിയാറ്റിക് ജ്യൂസ്. The exocrine part of the pancreas produces the digestive juice which helps in the digestion. Okay. Now, it has an endocrine part also. The endocrine part of the pancreas is made up of groups of cells called islets of Langerhans. Islets of Langerhans. ഇപ്പം എന്താണ് islets of Langerhans? Islets of Langerhans എന്ന് പറയുന്നത് ഗ്രൂപ്പ്സ് ഓഫ് സെൽസ് ആണ്. ഗ്രൂപ്പ്സ് ഓഫ് സെൽസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ദി എക്സോക്രൈൻ പാർട്ട് ഓഫ് ദ പാൻക്രിയാസ്. ഇതൊരു islets of Langerhans ആണ്. ഇങ്ങനെ ധാരാളം സെൽസിന്റെ കൂട്ടങ്ങൾ കാണപ്പെടുന്നു. ഇതിനാണ് നമ്മൾ islets of Langerhans എന്ന് വിളിക്കുക. So the islets of Langerhans has two cells in it. രണ്ട് തരത്തിലുള്ള സെൽസ് ആണ് islets of Langerhans ഉള്ളത്. One is the alpha cells and the other one is beta cells. Alpha cells and beta cells.
these two cells secrete separate hormones. Alpha cells secrete a hormone called glucagon, and beta cells secrete a hormone called insulin. Both these hormones are peptide hormones. That means protein hormones. They are made up of protein hormones. Okay. Alpha cells secrete glucagon and beta cells secrete insulin. Now let us see what is the function of glucagon first. Alpha cells, the hormone secreted by alpha cells, glucagon. Let us see what is the role of glucagon. Glucagon is considered a hyperglycemic hormone. Hyperglycemic hormone. What is hyperglycemic hormone? What is hyperglycemic? Hyperglycemia is a condition in which the blood glucose level increases. Okay. അപ്പോൾ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ എന്ത് വിളിക്കാം? ഹൈപ്പർഗ്ലൈസീമിയ എന്ന് വിളിക്കാം. അപ്പോൾ ഗ്ലൂക്കാഗോൺ ഒരു ഹൈപ്പർഗ്ലൈസീമിക് ഹോർമോൺ എന്ന് പറയുന്നതിന് കാരണം ഗ്ലൂക്കാഗോൺ ഇൻക്രീസസ് ദ ഗ്ലൂക്കോസ് ലെവൽ ഇൻ ദ ബ്ലഡ്. ഇറ്റ് ഇൻക്രീസസ് ദ ഗ്ലൂക്കോസ് ലെവൽ ഇൻ ദ ബ്ലഡ്. എങ്ങനെയാണ് ഗ്ലൂക്കാഗോൺ ഇത് ഇൻക്രീസ് ചെയ്യിപ്പിക്കുക? എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുക? ഇറ്റ് ഈസ് ബൈ breaking down of glycogenolysis. By doing glycogenolysis. അപ്പോൾ ഗ്ലൈക്കോജനോലൈസിസ് എന്നാൽ ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൈക്കോജൻ. ഇപ്പോൾ ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പോളിമർ ഓഫ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസിന്റെ ഒരു പോളിമർ ആണ് ഗ്ലൈക്കോജൻ. അപ്പോൾ ഗ്ലൈക്കോജനെ ബ്രേക്ക് ഡൗൺ ചെയ്താൽ എന്ത് സംഭവിക്കും? ഗ്ലൂക്കോസ് ആയിട്ട് മാറും. അപ്പോൾ ആ ഗ്ലൂക്കോസ് ബ്ലഡിലേക്ക് റിലീസ് ചെയ്യപ്പെടും. അങ്ങനെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് കൂടും. That condition is called hyperglycemia. അതുകൊണ്ടാണ് നമ്മൾ ഗ്ലൂക്കാഗോൺ എന്ന് വിളിക്കുക ഹൈപ്പർഗ്ലൈസീമിക് ഹോർമോൺ എന്ന് വിളിക്കുക. ഇപ്പോൾ ഗ്ലൈക്കോജൻ ആക്ട് ചെയ്യുന്നത് ഹിപ്പാറ്റിക് സെൽസിലാണ്, ലിവർ സെൽസിലാണ്. ബിക്കോസ് ഗ്ലൈക്കോജൻ ഈസ് സ്റ്റോർഡ് ഇൻ ദ ലിവർ. അപ്പോൾ ലിവറിലുള്ള സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എക്സസ് ഗ്ലൂക്കോസിനെയാണ് ഗ്ലൈക്കോജനാക്കി മാറ്റുക. അപ്പോൾ ആ ഗ്ലൈക്കോജനെ ഡികമ്പോസ് ചെയ്യിപ്പിച്ച് അല്ലെങ്കിൽ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഗ്ലൂക്കോസ് ആക്കി മാറ്റി ബ്ലഡിലേക്ക് വിടുക എന്നുള്ളതാണ് ഇതിന്റെ ഫംഗ്ഷൻ, ഗ്ലൂക്കാഗോണിന്റെ ഫംഗ്ഷൻ. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ഹൈപ്പർഗ്ലൈസീമിക് ഹോർമോൺ. ഓക്കെ. നൗ let us see the function of insulin. Insulin produced by the beta cells of the islets of Langerhans. Insulin is considered as a hypoglycemic hormone. Hypoglycemic hormone. Because insulin decreases the glucose level in the blood. It tends to decrease the glucose level in the blood. എങ്ങനെയാണ് ഇൻസുലിൻ ഗ്ലൂക്കോസ് ലെവൽ ഡിക്രീസ് ചെയ്യിപ്പിക്കാം? രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഇൻസുലിൻ ഗ്ലൂക്കോസിന്റെ അളവ് ബ്ലഡിൽ കുറയ്ക്കാം. ഒന്ന്, ഗ്ലൂക്കോസ് ഈസ് കൺവേർട്ടഡ് ടു ഗ്ലൈക്കോജൻ. അപ്പൊ ഗ്ലൈക്കോജനസിസ്, ആ പ്രോസസ് നമ്മൾ ഗ്ലൈക്കോജനസിസ് എന്നാണ് വിളിക്കുക. ഗ്ലൈക്കോജനസിസ്. ഗ്ലൂക്കാഗോൺ ചെയ്യുന്നതാണ് ഗ്ലൈക്കോജനെ ബ്രേക്ക് ഡൗൺ ചെയ്യുക, അതായത് ഗ്ലൈക്കോജനോലൈസിസ് ആണ്. ഇൻസുലിൻ ചെയ്യുന്നത് ഗ്ലൈക്കോജനസിസ് ആണ്, ഗ്ലൈക്കോജൻ ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് ചെയ്യുന്നത്. അപ്പോൾ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിനെ, ബ്ലഡിൽ എങ്ങനെ ഗ്ലൂക്കോസ് നമുക്കറിയാം, നമ്മുടെ ഭക്ഷണം നമ്മൾ കഴിക്കുന്നു, ആ ഭക്ഷണം ഡൈജസ്റ്റ് ചെയ്യുന്നു, അത് അബ്സോർബ് ചെയ്യുന്നു, ഗ്ലൂക്കോസ് അബ്സോർബ് ചെയ്യും, അങ്ങനെ ബ്ലഡിലേക്ക് എത്തുന്നു. അപ്പോൾ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു. അപ്പോൾ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് കുറയും. അത് വൺ വേ. അനദർ വേ, ഇൻക്രീസിങ് ദ യൂട്ടിലൈസേഷൻ ഓഫ് ദ ഗ്ലൂക്കോസ് ബൈ ദ സെൽസ്. അതായത്
നമ്മുടെ സെൽസ് ഗ്ലൂക്കോസിനെ ഉപയോഗിക്കുന്നുണ്ട്, എനർജി മെറ്റബോളിസിന് വേണ്ടി, എനർജി ഉണ്ടാക്കാൻ വേണ്ടി ഗ്ലൂക്കോസിനെ ഉപയോഗിക്കുന്നു. അപ്പോൾ ഗ്ലൂക്കോസ് നമ്മുടെ കോശങ്ങളിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു, കടന്നു പോകാൻ അങ്ങനെ ഗ്ലൂക്കോസിന്റെ എൻട്രി, സെല്ലിലേക്കുള്ള ഗ്ലൂക്കോസിന്റെ എൻട്രി പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഇൻസുലിൻ ഗ്ലൂക്കോസിന്റെ അളവ് ബ്ലഡിൽ കുറയ്ക്കുന്നു. അപ്പോൾ ഈ രണ്ട് രീതിയിൽ ഗ്ലൂക്കോസ് ഇൻസുലിൻ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ട് നമ്മൾ അതിനെ ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോൺ എന്ന് വിളിക്കുന്നു. ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോൺ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ രണ്ട് ഹോർമോൺസും ഗ്ലൂക്കാഗോണും ഇൻസുലിനും ബാലൻസ് ചെയ്ത് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഗ്ലൂക്കോസിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കോൺസ്റ്റന്റായി അല്ലെങ്കിൽ സ്ഥിരമായി നിൽക്കുന്നത്. ഗ്ലൂക്കോസിന്റെ അളവ് ബ്ലഡിൽ കുറയുമ്പോൾ ഗ്ലൂക്കാഗോൺ ഗ്ലൈക്കോജനെ വിഘടിപ്പിച്ച് ഗ്ലൂക്കോസാക്കി മാറ്റുന്നു. അപ്പോൾ ഗ്ലൂക്കോസിന്റെ അളവ് ബ്ലഡിൽ കൂടുന്നു. ഗ്ലൂക്കോസിന്റെ അളവ് ബ്ലഡിൽ എപ്പോഴും കണ്ടമാനം കൂടിക്കഴിയുമ്പോൾ നമ്മുടെ ഭക്ഷണത്തിന്റെ രീതികളിലൊക്കെ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം കഴിക്കുകയും അത് അബ്സോർബ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഗ്ലൂക്കോസിന്റെ അളവ് കൂടും. അപ്പോൾ അങ്ങനെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടി കഴിയുമ്പോൾ അതിനെ കുറയ്ക്കാൻ സഹായിക്കുന്നത് ഇൻസുലിനാണ്. ഈ നേരത്തെ നമ്മൾ രണ്ട് കാരണങ്ങൾ ഗ്ലൈക്കോജനാക്കി മാറ്റിയും അതുപോലെ ഇൻടേക്ക്, സെല്ലുലാർ ഇൻടേക്ക് ഓഫ് ഗ്ലൂക്കോസ് കൂട്ടിയും ഗ്ലൂക്കോസിന്റെ അളവ് ബ്ലഡിൽ കുറയ്ക്കുന്നു. അതുകൊണ്ട് ഹൈപ്പോഗ്ലൈസീമിക്. അപ്പോൾ ഈ രണ്ട് ഹോർമോൺസിന്റെയും ബാലൻസ്ഡ് ആയിട്ടുള്ള പ്രവർത്തനമാണ് ഗ്ലൂക്കോസിന്റെ അളവ് കൃത്യമായി നിലനിർത്താൻ സഹായിക്കുന്നത്. ഇനി ഇൻസുലിന്റെ ഡെഫിഷ്യൻസി, ഇൻസുലിൻ കുറഞ്ഞു പോയാൽ എന്ത് സംഭവിക്കും? ഇൻസുലിൻ കുറഞ്ഞാൽ, ഇതൊരു ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോൺ ആയതുകൊണ്ട് തന്നെ ഇൻസുലിന്റെ അളവ് കുറഞ്ഞാൽ എന്താ സംഭവിക്കുക? ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് കൂടും. അപ്പോൾ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് കുറയാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. അപ്പോൾ ഇൻസുലിന്റെ അളവ് കുറഞ്ഞാൽ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് കൂടും, ഹൈപ്പർ ഗ്ലൈസീമിയ ഉണ്ടാകും. ഈ ഹൈപ്പർ ഗ്ലൈസീമിയ ഒരു പരിധി വിട്ട് കഴിയുമ്പോൾ നമ്മൾ ആ അവസ്ഥയ്ക്ക് ഡയബറ്റിസ് മെലിറ്റസ് എന്ന് വിളിക്കും. ഡയബറ്റിസ് മെലിറ്റസ് എന്നാണ് വിളിക്കുക. പ്രമേഹം, പ്രമേഹം എന്ന് വിളിക്കും, ഡയബറ്റിസ് മെലിറ്റസ് എന്ന് വിളിക്കും. ഹൈപ്പർ ഗ്ലൈസീമിയ ആയിരിക്കും അതിൻ്റെ റിസൾട്ട്. വളരെ ഉയർന്ന ഹൈപ്പർ ഗ്ലൈസീമിയ, ഉയർന്ന ഗ്ലൂക്കോസ് ലെവൽ ഇൻ ദ ബ്ലഡ് ഉണ്ടാകും. അതനുസരിച്ച് മറ്റ് പല സിംറ്റംസും ഉണ്ടാകും. ഭയങ്കരമായ ദാഹം, കൂടുതൽ വിശപ്പ്, ക്ഷീണം. എന്തുകൊണ്ടാണ് ക്ഷീണം ഉണ്ടാകുന്നത്? കാരണം ഇൻസുലിൻ്റെ അഭാവത്തിൽ, ഇൻസുലിൻ കുറവായതുകൊണ്ട് ഇൻസുലിൻ്റെ മറ്റൊരു ഫംഗ്ഷനായ, അതായത് സെല്ലുലാർ ഇൻടേക്ക് ഓഫ് ഗ്ലൂക്കോസ് നടക്കാതെ വരികയും അങ്ങനെ കോശങ്ങൾക്ക് ഗ്ലൂക്കോസ് ആവശ്യത്തിന് കിട്ടാതെ വരികയും നമുക്ക് എനർജി കിട്ടാതെ വരികയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ശരീരം ക്ഷീണിക്കുന്നു. മറ്റ് ഓർഗൻസിനൊക്കെ എനർജി കിട്ടില്ല. അപ്പോൾ അവരുടെ ഫങ്ഷൻസ് ഒക്കെ താളം തെറ്റും. അപ്പോൾ അങ്ങനെ ഡയബറ്റീസുമായി ബന്ധപ്പെട്ട് ധാരാളം കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് അത് യൂറിനിൽ കൂടി പുറന്തള്ളുകയും ചെയ്യും. അങ്ങനെ ഗ്ലൈക്കോസ് യൂറിയ എന്ന അവസ്ഥയുണ്ടാകും. അപ്പോൾ ഇതൊക്കെ ഡയബറ്റീസ് മെലിറ്റസിൻ്റെ ലക്ഷണങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് പാൻക്രിയാറ്റിക് ഹോർമോൺസ്. മറ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ബൈ.